പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസറെ കൊല്ലുമെന്നുള്ള ഭീഷണി. പാർട്ടിക്കാരാണെങ്കിൽ പിന്നെ നോക്കണ്ട, തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ കൊണ്ടുവരുമ്പോൾ കൊട്ടേഷൻ കൊടുക്കും. ശക്തമായ നടപടിയെടുക്കണം. ഓഫീസർക്ക് പോയി വരാനും വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോയി തിരികെ വീട്ടിലെത്തുന്നോളം പ്രൊട്ടക്ഷൻ വേണം വില്ലേജ് ഓഫീസർക്ക്. അത് ഈ അധ്യാപകൻ്റെ കൈയൊക്കെ വെട്ടിയെടുത്ത സംഭവം കണ്ടില്ലേ? ഇതെല്ലാം പാർട്ടി മുഖാന്തരം ഉണ്ടാകണം. നമ്മൾ പാർട്ടിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്നാൽ മതി. ആരാണോ ഏത് പാർട്ടിക്കാരാണോ കുറ്റം ചെയ്യണം അവർക്ക് തക്ക ശിക്ഷ കോടതി മുഖാന്തരവും പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഉണ്ടായിരിക്കണം. ഇപ്പം കണ്ടോ, സ്വകാര്യ ബസ്സിൽ വെടിയുണ്ടകളും തോക്കുമായിട്ട് കണ്ണൂരിൽ. അതൊക്കെ CCTV ക്യാമറ ഘടിപ്പിക്കണം. എല്ലാ പ്രൈവറ്റ് ബസ്സുകളിലും CCTV ക്യാമറ ഘടിപ്പിക്കണം. അപ്പോൾ അറിയാൻ പറ്റും ആരാണ് ആ സീറ്റിനടിയിൽ ഈ വെടിയുണ്ടയൊക്കെ തിരികെ വെച്ചതെന്ന്. തിരുവനന്തപുരത്ത് കുമാരപുരത്ത് മയക്കുമരുന്ന് മാഫിയകൾ ഒരു മനുഷ്യനെ പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലായിരിക്കണം. ഇതെല്ലാം കർശന നടപടി സ്വീകരിക്കണം. ഈ ലഹരി മാഫിയന് ഇതിനെല്ലാം ഒറ്റ കാരണം ഉണ്ടാവണം. ഈ എല്ലാ വാഹനങ്ങളും പരിശോധിക്കണം. പരിശോധിക്കുന്നതിനിടയിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും സംരക്ഷണം വേണം. കരുതലോടെ ആയിരിക്കണം എല്ലാം പരിശോധിക്കുന്നത്. ഈ പോകുന്നവരും വരുന്ന വണ്ടികളിലൊക്കെ ആയുധങ്ങളെല്ലാം കാണും. അതൊക്കെ എടുത്ത് വെച്ച് വേണമെങ്കിൽ ഇവന്മാർ കുത്തി പരിക്കേൽപ്പിക്കും. ഡൽഹി ജഡ്ജിയുടെ കോഴപ്പണം അത് ഇനി നമ്മളെ കേരളത്തിലൊന്നും അത് വ്യാപിക്കാതിരിക്കണം. ഈ കോഴ വാങ്ങി ഉള്ള കാര്യം നടത്തുന്ന പരിപാടികളങ്ങ് നിർത്തണം. അച്ഛൻ ലൈംഗികമായിട്ട് മകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ ആ കൊച്ചിന് സർക്കാർ വീടൊരുങ്ങി, MLAയും പോലീസ് സ്റ്റേഷനും എല്ലാം കൂടെ വീടൊരുങ്ങി. അതൊക്കെ ഒരു നല്ല നന്മ നിറഞ്ഞ കാര്യങ്ങളാണ്. കുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സംരക്ഷണം കൊടുക്കണം. ഈ പെൺകൊച്ച് ഈ കുട്ടി നമുക്ക് മോളുണ്ടെങ്കിലും അറിയാം 15 വയസ്സ് മുതലേ തുടങ്ങിയതാണ്. പെരുമ്പാവൂർ ഭർത്താവിനെതിരെ ഉള്ള ശക്തമായ മലയാറ്റൂർ സ്വദേശി ജോളിയുടെ ആധാരം നഷ്ടപ്പെടുത്തിയ ബാങ്കിൻ്റെ ശക്തമായ നടപടി.